ഹലോ, ഇന്ന് നമുക്ക് സേമിയ വെച്ചിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു ഈവനിങ് സ്നാക്കും അതേപോലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കും ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മളിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടുള്ള കേസരിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റാം. പരിപ്പും മുന്തിരിയും മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം അതിലോട്ട് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുക്കാത്ത സേമിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൽ 2 കപ്പ് സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് വറുത്ത സേമിയ ഉള്ളെങ്കിലും ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം നേരം വറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഇവിടെ സേമിയ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂട് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെടുത്ത ആ കപ്പിന് തന്നെ 1.5 കപ്പോളം വെള്ളം ഉണ്ടാവും. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലോട്ട് ഇനി ചേർക്കാൻ പോകുന്നത് 1 കപ്പ് പാലാണ്. നമ്മളെടുത്ത ആ സേമിയ എടുത്ത അതേ അളവിൽ തന്നെയുള്ള കപ്പിൽ 1 കപ്പ് പാല്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ഈ ഒരു സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട്. ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടതെന്ന് മാത്രമാണ്. അപ്പോൾ ഇതാ നമ്മുടെ സേമിയൊക്കെ നന്നായി വെന്ത് വന്ന് പാലും വെള്ളമൊക്കെ ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു കറക്റ്റ് മധുരമാണിത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് കറക്റ്റ് തന്നെ എടുക്കുക. നമ്മളെടുത്ത അതേ സേമിയത്തിൻ്റെ അളവിൽ തന്നെ പഞ്ചസാര എടുത്തോളുക. പക്ഷേ ഞാനിപ്പോൾ ഒരു 1/4 കപ്പേ ചേർത്തിട്ടുള്ളൂ. ഇതൊരു അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കുറച്ചൊന്ന് ലൂസാവും. അപ്പോൾ അത് സാരമില്ല, അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെക്കണം. അപ്പോൾ പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ആക്കരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത്രയും ഡ്രൈ ആക്കിയാൽ മതി. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വരുന്ന ഒരു പരുവത്തിലാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സ്റ്റീൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതേപോലുള്ള പാത്രത്തിൽ നന്നായിട്ട് എണ്ണ തടവിന് ശേഷം അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മുഴുവനായി മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ മുകൾ ഭാഗമായിട്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തണുത്താറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ സ്പൂൺ കൊണ്ടോ അല്ല കത്തി കൊണ്ടോ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പ്ലേറ്റിൽ നിന്ന് വിട്ടു കിട്ടും. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ചെറീസും അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ടും ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എന്നിട്ട് നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അതേപോലെ
നമുക്ക് വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.